ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആൾറെഡി 2 ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അതായത് പ്ലാന്റ് കിങ്ഡം കഴിഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. അതിന് മുമ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം എന്നൊരു ചാപ്റ്റർ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി വേഗത്തിൽ പോണ്ടിരിക്കുന്നു. അതുപോലെ അങ്ങ് സ്ലോ ആയിട്ട് പോയാൽ മതി. നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് നമ്മൾ പതുക്കെ സ്ലോയിൽ എടുത്തത്. ഇപ്പം നിങ്ങൾ ഈ റീജിയനുമായിട്ടും സബ്ജക്റ്റുമായിട്ടൊക്കെ ഒന്ന് പിന്നീട് ഒന്ന് അഡ്ജസ്റ്റഡ് ആയി കാണും. ഇനിയിപ്പോൾ കുറച്ച് വേഗത്തിൽ നമ്മൾ ടോപ്പിക്കിൽ എടുത്തു. അപ്പോൾ സ്റ്റാർട്ട് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ. അപ്പം നമ്മൾ ആദ്യം എന്താ പഠിച്ചത്? ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞൊരു വലിയ ഗ്രൂപ്പിനെ പരിചയപ്പെട്ടു. അതിനെ വ്യത്യസ്ത തരത്തിൽ തരംതിരിച്ചുകൾ പരിചയപ്പെട്ടു. അതിനകത്ത് നമ്മൾ ആൽഗ പഠിച്ചു, പഞ്ച പഠിച്ചു, പ്രയോഫൈറ്റ് പഠിച്ചു, ടെറോഡോഫൈറ്റ് പഠിച്ചു, ജിംനോസ്പം വരെ പഠിച്ചു. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനു പഠിക്കത്തില്ല, കഴിഞ്ഞു. അതിനെല്ലാം കഥ. ഇനി നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റിന്റെ കാര്യങ്ങൾ മാത്രമേ പഠിക്കത്തുള്ളൂ. അതായത് അവയുടെ ബാഹ്യഘടന, അവയുടെ ആന്തരഘടന, സെല്ലിന്റെ സ്ട്രക്ചർ, സെല്ലിന്റെ ഡിവിഷൻ എങ്ങനെയാണ്, ഇതെല്ലാം ഓരോ ചാപ്റ്ററാണ്. ബാഹ്യഘടനയെ കുറിച്ചൊരു ചാപ്റ്റർ, ആന്തരഘടനയെ കുറിച്ചൊരു ചാപ്റ്റർ, സെല്ലിനെ കുറിച്ചൊരു ചാപ്റ്റർ, സെല്ലിന്റെ ഡിവിഷൻ എങ്ങനെ നടക്കുന്നു മറ്റൊരു ചാപ്റ്റർ. പിന്നെ പ്ലാന്റിൽ നടക്കുന്ന ജീവൻ പ്രവർത്തനങ്ങളുണ്ട്. ജീവൻ പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ജീവനുണ്ടെന്നുള്ളത് നമ്മൾ നടക്കുന്ന പ്രവർത്തനമുണ്ട്. നമ്മൾ വളരുന്നു, ശ്വസിക്കുന്നു, ഊർജ്ജോത്പാദനം നടത്തുന്നു, ചലിക്കുന്നു. ഇതേപോലെ ചെടികളും ചെയ്യുന്നുണ്ട്. അവ ജലം വലിച്ചെടുക്കുന്നു, അവ ലവണങ്ങൾ വലിച്ചെടുക്കുന്നു, അവ ഫോട്ടോസിന്തസിസ് നടത്തുന്നു, അവ റെസ്പിറേഷൻ നടത്തുന്നു, അവ ചലിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വരെ നമ്മൾ ഈ വർഷം പഠിക്കും. അടുത്ത വർഷം അവ റീപ്രൊഡക്ഷൻ നടത്തുന്നു, ഒരു ചാപ്റ്റർ. പിന്നെ വേറെ കുറെ ജനറൽ കാര്യങ്ങൾ പഠിക്കാൻ. അപ്പോൾ നമ്മൾ ഇത് ഞാനീ പറഞ്ഞ ഓരോ നടത്തുന്നു പറഞ്ഞാൽ ഓരോ ചാപ്റ്റർ കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നവയുടെ ബാഹ്യഘടനയെ കുറിച്ചാണ്. എക്സ്റ്റേണൽ ക്യാരക്ടർ, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയുടെ പേരാണ് മോർഫോളജി. സോ വാട്ട് ഈസ് മോർഫോളജി? ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്. ബാഹ്യഘടന, നമ്മുടെ ജീവജാലങ്ങളെ മനസ്സിലാക്കുന്നവരുടെ ബാഹ്യഘടന വെച്ചല്ലേ. ഒരു പൂച്ചയെ കണ്ടാൽ അത് പൂച്ചയാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് അതിന്റെ ക്രോമസോം എണ്ണി നോക്കിയിട്ടാണോ? ഇല്ല, അതിന്റെ ബാഹ്യഘടന വെച്ചിട്ടാണ്. ഒരു ചെടി കണ്ടാൽ അത് ഏത് ചെടിയാണെന്ന് തിരിച്ചറിയാം. നിങ്ങൾ കറിവേപ്പില കുറച്ചുകൊണ്ടാൻ പറഞ്ഞാൽ നിങ്ങൾ കറിവേപ്പിലിനെ തിരിച്ചറിയാൻ വേണ്ടി അതിന്റെ ഫോട്ടോയും കൊണ്ടാണോ പോകുന്നതല്ല. നിങ്ങൾ കണ്ടാൽ അറിയാം, നിങ്ങൾ അതിന്റെ ബാഹ്യഘടന മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. തേക്ക് മരം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, തൊട്ടാവടി കണ്ടാൽ അറിയാം. വി നോ ദ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് കാൾഡ് മോർഫോളജി. ആൻഡ് വി സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ ആസ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മറ്റു ചെടികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല, പ്രയോഫൈറ്റ് ഒന്നും കുറിച്ച് പഠിക്കുന്നില്ല. ഫ്ലവറിംഗ് പ്ലാന്റിന്റെ എക്സ്റ്റേണൽ ക്യാരക്ടർ മാത്രമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. സോ ഒറ്റ കാര്യമല്ലോ. വാട്ട് ഈസ് മോർഫോളജി? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ. ഇത്രയും പറയുന്നത് അല്ലേ. വാട്ട് ഈസ് മോർഫോളജി? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ക്യാരക്ടർ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ. എന്നിട്ട് അടുത്ത ചോദ്യം, വാട്ട് ഈസ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്നുള്ളത് പറയണം. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ക്യാരക്ടർ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മനസ്സിലായി? നമ്മൾ ആദ്യം ഒരു ചെടിയെ പരിചയപ്പെടുക, അതാണ് പ്രധാനപ്പെട്ട ആദ്യം. ഇത് വായിക്കണം. അത് നമുക്ക് ഒരു ചെടിയുടെ ബാഹ്യഘടന എന്താണ് പഠിക്കും. പുസ്തകത്തിൽ ഒരു പടം വരച്ചു വെച്ചിട്ടുണ്ട്. അത് വേണം വരയ്ക്കാൻ. ഞാനത് മറ്റൊരത്തിലാണ് വരയ്ക്കുന്നത്. മണ്ണിനടിയിലുള്ള ഭാഗം, മണ്ണിന് മുകളിലുള്ള ഭാഗം. നിങ്ങൾക്ക് അതിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. പക്ഷെ പുസ്തക പടമാണ് നിങ്ങൾ വരയ്ക്കുന്നത്. So this is almost a typical structure of a plant. ഒരു പ്ലാന്റിന്റെ ടിപ്പിക്കൽ പ്ലാന്റിന്റെ ഒരു സ്ട്രക്ചറാണ്. പുസ്തകത്തിൽ പടമുണ്ട്, അതിന്റെ പടം ഞാൻ ഇൻസെറ്റിൽ കാണിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നോക്കാം നമുക്ക്. ദ പാർട്ട് ബിലോ ദ സോയിൽ ലെവൽ ഈസ് കാൾഡ് റൂട്ട് സിസ്റ്റം എന്നാണ്. നിങ്ങൾ പറയുന്നത് റൂട്ടാണ്, ശരിയാണ്. ബട്ട് ഇറ്റ് ഈസ് കാൾഡ് റൂട്ട് സിസ്റ്റം. പാർട്ട് ബിലോ ദ സോയിൽ ഈസ് കാൾഡ് റൂട്ട് സിസ്റ്റം ആൻഡ് പാർട്ട് എബോവ് ദ സോയിൽ ഈസ് കാൾഡ് ഷൂട്ട് സിസ്റ്റം. റൂട്ട് സിസ്റ്റം, ഷൂട്ട് സിസ്റ്റം.
ഇത് ഷൂട്ട് സിസ്റ്റത്തിന്റെ അച്ചുതണ്ടല്ലേ ഇത്. ദിസ് ഇസ് ആക്സിസ് ഓഫ് ഷൂട്ട് സിസ്റ്റം ഇസ് കാൾഡ് സ്റ്റെം. എനിക്ക് ഇങ്ങനത്തെ പറയും സ്റ്റെം എന്നാൽ എന്ത്, എല്ലാവർക്കും പറയാം അത് തണ്ടെന്ന ഡെഫിനിഷൻ പറയാം. അത് ഡെഫിനിഷൻ അങ്ങനല്ല. ഷൂട്ട് സിസ്റ്റത്തിന്റെ അച്ചുതണ്ടാണത്. ഇറ്റ് ഇസ് കാൾഡ് ആക്സിസ് ഓഫ് ഷൂട്ട് സിസ്റ്റം. ഇതെന്താ എല്ലാവർക്കും പറയും ലീഫാണ്. എന്താണ് ലീഫ്? അത് ലീഫ് എന്ന് പറഞ്ഞാൽ എന്ത് ഡെഫിനിഷൻ ഉണ്ടല്ലേ. ദാറ്റ്സ് എ ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ ഡെവലപ്ഡ് ഫ്രം ദ നോഡ്. എല്ലാം തുടങ്ങുന്ന ഈ ഭാഗത്ത് നമ്മൾ വിളിക്കുന്നത് എന്താണ്? നോഡ് എന്ന് പറയുന്നത്. So what is node? Node is a region in the stem from which leaf originates. സ്റ്റെമ്മിൽ എവിടെ നിന്നാണോ ഇല തുടങ്ങുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് നോഡ്. അപ്പോ നോഡിൽ നിന്ന് തുടങ്ങുന്ന പരന്ന ഒരു ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചറിനെയാണെന്ന് വിളിക്കുന്നത് ലീഫ് എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ ഇങ്ങനെയൊക്കെയാണ്. പരീക്ഷയ്ക്കൊന്നും ലീഫ് എന്തേ സ്റ്റെം എന്തെന്ന് ചോദിക്കത്തില്ല. എന്നാലും ലീഫ് എന്താണ് സ്റ്റെം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അല്ലെ. ആക്സിസ് ഓഫ് ദ ഷൂട്ട് സിസ്റ്റം ഈസ് കാൾഡ് സ്റ്റെം ആൻഡ് പാർട്ട് ഫ്രം ദ സ്റ്റെം ഫ്രം വിച്ച് ലീഫ് ഒറിജിനേറ്റ് ഈസ് കാൾഡ് നോഡ്. And a flat green photosynthetic structure developed from the node is called a leaf. And there is a bud at the apex. No, it is called apical bud. Terminal bud. എല്ലാ ചെടിക്കും അതൊക്കെ ബഡ് കാണും. അതുപോലെ എല്ലാ ഇലയുടെയും ആക്സിൽ ഒരു നോഡ് ഒരു ബഡ് കാണും അല്ലേ. നോട്ട് വരയ്ക്കാം. ലാറ്ററൽ ബഡ് അഥവാ ഓക്സിലറി ബഡ്. ലാറ്ററൽ ബഡ് അഥവാ ആക്സിലറി ബഡ് അല്ലെ. ആക്സിൽ ലീഫിന്റെ ആക്സിൽ നിന്നുണ്ടാകുന്ന ബഡ് കൊണ്ടാണ് ആക്സിലറി ബഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വശത്തേക്കുള്ള ബഡ് ലാറ്ററൽ ബഡ്. വേറെ അഡ്വന്റീഷ്യസ് ബഡ് എന്ന് വിളിക്കും. ഇത് ആൾസോ കോൾഡ് ആസ് അഡ്വന്റീഷ്യസ് ബഡ്. ലാറ്ററൽ ബഡ്, ആക്സിലറി ബഡ് അഥവാ അഡ്വന്റീഷ്യസ് ബഡ്. ഇത് കോൾഡ് എപ്പിക്കൽ ബഡ് അഥവാ ടെർമിനൽ ബഡ് അല്ലെ. അങ്ങനെ വിളിക്കും. ഇനി ഇത് ഒരു നോഡാണ്. ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. ദിസ് ഇസ് ആൾസോ എ നോഡ്. The distance in the stem between two node is called internode. ഇത് വിളിക്കുന്നത് എന്താണ്? ഇന്റർനോഡ്. രണ്ട് നോഡുകൾ തമ്മിലുള്ള ദൂരമാണ് ഇന്റർനോഡ്. അല്ലെങ്കിൽ the distance between two node in a stem is called internode. ഇതൊരു ഇന്റർനോഡ് ആണ്. കണ്ടോ? This is also internode. സ്റ്റെമ്മിനകത്ത് നോഡും ഉണ്ട് ഇന്റർനോഡും ഉണ്ട്. രണ്ട് നോഡുകൾ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ലെങ്ത് ആണ് എന്ത്? ഇന്റർനോഡ്. ദ സ്റ്റെം ബിറ്റ്വീൻ ടു നോഡ് ഈസ് കാൾഡ് ഇന്റർനോഡ്. പിന്നെ നമുക്ക് പറയാം ഇതെന്താണ്? ഫ്ലവർ ആണ്. ഇത് ഫ്ലവർ ബഡ് ആണ്. ഇത് ഫ്രൂട്ട് ആണ്. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ പ്ലാന്റ്. തീർന്നോ? നമ്മളിവിടെ തൊട്ടിട്ടില്ല അല്ലെ. ഈ റൂട്ടിന്റെ ഒരു പ്രധാന റൂട്ട് കണ്ടോ? ഇസ് കാൾഡ് പ്രൈമറി റൂട്ട്. അതിൽ ഒരു ശാഖ ഇസ് കാൾഡ് സെക്കൻഡറി റൂട്ട്. വീണ്ടും അതിന് ശാഖ ഉണ്ട് കേട്ടോ. ഇസ് കാൾഡ് ടെർഷ്യറി റൂട്ട്. പ്രൈമറി റൂട്ട്, സെക്കൻഡ് റൂട്ട്, ടെർഷ്യറി ലെവലായിട്ടുണ്ട് പടത്തിനകത്ത് അല്ലേ. സോ റൂട്ട് സിസ്റ്റത്തിന്റെ പാർട്ട് പ്രൈമറി റൂട്ട്, സെക്കൻഡ് റൂട്ട്, ടെർഷ്യറി റൂട്ട്. Shoot system the axis is called stem. Then flattened photosynthetic structure from node is called leaf. The part from the stem from which leaf originates is called node. The distance between two nodes is called internode. The bud at the axil of the leaf is called lateral bud or axillary bud or adventitious bud. Then apical bud is also called as terminal bud. The distance between the stem between two nodes is called internode. Then there is a photosynthetic reproductive region called flower bud, fruit, etc. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോരോ സത്തിനെ കുറിച്ച് പഠിക്കും. ആദ്യം റൂട്ട് എന്ത്, അത് കഴിഞ്ഞ് ഷൂട്ട് എന്ത്, അത് കഴിഞ്ഞ് സ്റ്റെമ്മ്, ലീഫ്, അത് കഴിഞ്ഞ് ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്. ഈ ചാപ്റ്റർ കഴിയും. ഇതാണ് പഠിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതല്ല വരയ്ക്കേണ്ടത്, ഈ കാണിക്കുന്ന പടമാണ് വരയ്ക്കേണ്ടത്. അഥവാ ഇൻസൈറ്റ് കാണിക്കുന്ന പടം പുസ്തകത്തിലുള്ളതാണ്. അത് വരച്ചോ. നിങ്ങൾ ചെയ്യേണ്ടത് പുസ്തകത്തിലുള്ള പടങ്ങളെല്ലാം തന്നെ നോട്ടിൽ വരച്ചോണം. ഞാൻ ഈ ക്ലാസ്സിന്റെ വീഡിയോ ഇട്ടതിന് ശേഷം പുസ്തകത്തിലെ പേജിൽ വിടുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് തയ്യാറാക്കുമ്പോൾ ആ പടം വരയ്ക്കണം. പല ഈ പടമാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വരയ്ക്കുന്നതാണ്. നിങ്ങൾ വരച്ചെടുത്തോളൂ, ലെക്ചർ നോട്ട് തയ്യാറാക്കാൻ വരച്ചോളൂ. പക്ഷെ നോട്ടിനകത്ത് ഈ പടം ഉണ്ടായിരിക്കും. ഓക്കെ, വായിക്കാം. വീണ്ടും പറയേണ്ട കാര്യമില്ല, സംശയമൊന്നുമില്ല, എല്ലാം പഠിച്ചു. മെയിൻ റൂട്ട് ഇസ് കാൾഡ് പ്രൈമർ റൂട്ട്. ദെൻ
second root that is developed from the primary root, then branches of the second root is called tertiary root. ആദ്യം താഴെ തുടങ്ങാം. Roots. What is a root? Root is a part of the plant body which anchor and absorption, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി ബിലോ ദ സോയിൽ നമുക്ക് പറയാം അല്ലെ. എന്താണ് റൂട്ട്? റൂട്ട് ഇസ് എ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി ബിലോ ദ സോയിൽ. സാധാരണ എങ്ങനെ പറയും? മണ്ണിൽ താഴെ കാണപ്പെടുന്ന ഭാഗമാണിത് റൂട്ട്. എല്ലായ്പ്പോഴും അങ്ങനെ ശരിയല്ല, എങ്കിലും പൊതുവെ പറയും. ഇനി ജോലി എന്ത്? ഫംഗ്ഷൻ ആങ്കറിങ് ആൻഡ് അബ്സോർപ്ഷൻ. എന്താ അർത്ഥം? ആങ്കറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്കർ കപ്പൽ പോകുമ്പോഴേ കടലിലെ നങ്കൂരം ഇടുവെന്നില്ലേ, നങ്കൂരം. ഇപ്പൊ നിങ്ങളിപ്പോ റോഡ് കാർ ഓടിച്ചോളും, പെട്ടെന്ന് അവിടെ നിർത്തണം, നിങ്ങൾ ഇറങ്ങിയോട്ട് പോകണം, നിങ്ങൾ ബ്രേക്ക് ഇടും അല്ലെ. പെട്ടെന്ന് കാർ നിർത്തണമെങ്കിൽ ബ്രേക്ക് ഇടും. കടലിൽ കൂടെ ഒഴുകുന്ന ഈ കപ്പൽ എങ്ങനെയാണ് ബ്രേക്ക് ഇടുന്നത്? പെട്ടെന്ന് നിർത്തണം. എന്ത് ചെയ്യും? അത് ചെയ്യുന്നത് ആ കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു സാധനം കടലിലേക്ക് എങ്ങനെ ഇറക്കണം, ഇങ്ങനെ ഇറക്കും. ഇതിന്റെ പേരാണ് നങ്കൂരം. കേട്ടിട്ടുണ്ട്? ഇംഗ്ലീഷാണ് ആങ്കർ. ആങ്കർ. അപ്പൊ ഇത് താഴോട്ട് വെച്ചിട്ട് താഴോട്ട് വലിപ്പിക്കുന്നു കപ്പലോട്. കപ്പലിലെ ബ്രേക്കാണിത് ഈ ആങ്കർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊപ്പല്ലർ പുറമോട്ട് കറക്കുകയും ചെയ്യും, തിരിച്ച് കറക്കി നിർത്താറുണ്ട്. പല ടെക്നിക്കുണ്ട്. ഇതാണ് നങ്കൂരം. അപ്പം ഉറപ്പിച്ച് നിർത്താൻ അർത്ഥം അല്ലെ. ഇവിടെ എന്തായത്? ഒന്ന്, ഇറ്റ് ഈസ് ആങ്കറിംഗ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നു. മണ്ണിൽ ഉറപ്പിച്ച് നിർത്തി മാത്രം പോരല്ലോ, ആൾസോ അബ്സോർബിങ് ഫുഡ് മെറ്റീരിയൽ അല്ലെ. രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, മണ്ണിൽ ചെടിയെ ഉറപ്പിച്ച് നിർത്തുന്നു, ആൾസോ അബ്സോർബിങ് മിനറൽസ് ആൻഡ് വാട്ടർ. അങ്ങനെ പറയാം. കാരണം മിനറൽ വാട്ടർ മതിയല്ലോ ചെടിക്ക്, ഫുഡ് ചെടി തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. സോ അപ്പൊ രണ്ട് വാക്ക് പറയാം. വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് റൂട്ട് എന്ന് വെച്ചാൽ ആങ്കറിംഗ് ആൻഡ് അബ്സോർപ്ഷൻ. ഇത്രയും പറയാം, ആങ്കറിംഗ് ആൻഡ് അബ്സോർപ്ഷൻ. അടുത്ത ചോദ്യം, ആരാണ് റൂട്ടായി ഉണ്ടാകുക, അല്ലെങ്കിൽ എവിടെ നിന്നാണ് റൂട്ട് ഉണ്ടാകുന്നത്? ഒരു ചെടിക്ക് എവിടെ നിന്നാണ് റൂട്ട് കിട്ടുന്നത്? ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു സീഡ് പൊളിച്ചാൽ അതിനകത്ത് എംബ്രിയോ അല്ലെ. എംബ്രിയോക്കകത്ത് ഇങ്ങനെ ഭാഗം കാണും. അതിന് വിളിക്കുന്ന പേര് എന്താണ്? റാഡിക്കിൾ. ദിസ് ഈസ് കാൾഡ് റാഡിക്കിൾ. ഒരു പരിപ്പെടുത്ത് മാറ്റി അകത്തെ സാധനം ഇങ്ങനെയാണ്. ദിസ് ഈസ് കാൾഡ് പ്ലിന്യൂൾ. സോ ഹു ബിക്കം റൂട്ട്? സീഡ് നടുന്നത്, എംബ്രിയോ നടുവാണെങ്കിൽ, സീഡ് നടുവാണെങ്കിൽ ആ എംബ്രിയോയിൽ നിന്ന് ഈ ഭാഗം വിളിച്ച് താഴേക്ക് റൂട്ടായി വരുന്നത്. So who become the root? Radicle. So from which part of the embryo root develop? Root develop from the radicle of the embryo. Okay. So root develop from the radicle of the embryo. Root develop from radicle of the embryo. Okay. പക്ഷെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള റൂട്ട്. There are 3 types of roots. ഒന്ന്, ടാപ്പ് റൂട്ട് സിസ്റ്റം. മറ്റൊന്ന്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. മറ്റൊന്ന്, അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. What are 3 types of root system? Tap root system, fibrous root system, and adventitious root system. Spelling TAPFIBROUS ADVENTATIOUS. Adventitious root system. ഇത് കഴിക്കുന്നതല്ല. ഓക്കെ, എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം നോക്കാം. ആദ്യം ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം നിങ്ങൾ സീഡ് നട്ടു. ആരാണ് റൂട്ടായി മാറുന്നത്? റാഡിക്കിൾ. റാഡിക്കിൾ നേരെ കളിച്ച് താഴേക്ക്. Radicle grow deep into the soil and become a main root, or primary root, or main root. And so many lateral branches develop from it. അതിന് ധാരാളമായിട്ട് lateral branches ഇങ്ങനെ പോകുന്ന റൂട്ട് സിസ്റ്റത്തെ വിളിക്കുന്ന എന്താണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം. ഓക്കെ, റാഡിക്കൽ develop into a main root and so many lateral branches produced from it. ഈ ലാറ്ററൽ ബ്രാഞ്ചിന് പേരുണ്ടെന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. സെക്കൻഡറി റൂട്ട്,
ടെർഷ്യറി റൂട്ട്, എക്സാമ്പിൾ ഇത് കാണുന്ന റൂട്ട് ഏതാണ്? നിങ്ങൾ മാവിന്റെ വേരകളിലെ മാവ് അല്ലെങ്കിൽ പ്ലാവ്, പയറ് ഇങ്ങനെയുള്ള ചെടിക്കെല്ലാം ഇങ്ങനത്തെ റൂട്ട് സിസ്റ്റം അല്ലേ? തെങ്ങിന് അങ്ങനെയാണോ? അല്ല, തെങ്ങിന് വേറെ റൂട്ട് സിസ്റ്റം, പുല്ലിനൊക്കെ വേറെ റൂട്ട് സിസ്റ്റം അല്ലേ? അപ്പൊ ഇതെന്താണ്? ദിസ് കാൾഡ് tap root system. So what is tap root system? When radicle develop into a main root and so many lateral branches are produced from it is called a tap root system. Example mango അല്ലെങ്കിൽ പീ അല്ലേ? നമുക്ക് എന്ത് എഴുതാം? ഓക്കെ. ഇനി എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം നോക്കിക്കോളൂ. ഞാനൊരു ചെടി നട്ടു, ഒരു മോണോകോട്ട് ചെടി എടുക്കുക, റാഡികൾ ഒരു നെല്ല് നട്ടിയ നെല്ലിന്റെ റാഡികൾ വിളിച്ച് താഴേക്ക് വന്നതിന് ശേഷം അങ്ങ് നിന്നു. അതിനുശേഷം സോ മെനി ഫൈബർ ലൈക്ക് റൂട്ട്സ് ഫ്രം ദ base of the primary root. Primary root will stop its growth and so many fiber like root develop from the base. ഇതാണ് പ്രൈമറി റൂട്ട്. പക്ഷെ അത് വളർന്നില്ല, അവിടെ നിന്നതിന് ശേഷം ധാരാളം ഫൈബർ പോകുന്ന റൂട്ട് ഉണ്ടാകുന്നത്. ഇതിലൂടെ എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്താണ് മിഷൻ? When primary root stop its growth, primary root അപ്പോൾ ഉണ്ടാകുന്നത് റാഡിക്കലായിരിക്കും. That is radical development of primary root and primary root stop its growth and so many fiber like root develop from its base is called a fibrous root system. അപ്പോൾ രണ്ടുതരം റൂട്ട് എവിടുന്ന ഉണ്ടാകുന്നത്? റാഡിക്കലിൽ തന്നെയാണല്ലോ അല്ലേ? റാഡിക്കലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇനി അപ്പൊ അടുത്ത എന്തോ അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. തേർഡ് വൺ ഈസ് കാൾഡ് അഡ്വന്റീഷ്യസ്. ഏതൊക്കെ വായിക്കാം? അതൊക്കെ എല്ലാം വായിക്കാം. So what is the third one? That's called as adventitious root system. Adventitious root system. നിങ്ങൾ കണ്ടോ പുല്ല് വളർന്നിങ്ങനെ പുല്ലിങ്ങനെ വളർന്നു പുല്ലിന്റെ ഇല അതിന്റെ എല്ലാ നോഡിൽ നിന്ന് നിങ്ങൾ വേര് എഴുതാനുണ്ടോ? ഈ വേര് എവിടെ നിന്ന് വന്നത്? റാഡിക്കലിൽ നിന്നാണ്? അല്ല. നിങ്ങൾ ചെമ്പത്തെ തണ്ട് ഒടിച്ചാണ്, അതിനകത്ത് റാഡിക്കൽ ഉണ്ടോ? ഇല്ല. വേര് വരുമല്ലോ. ഉരുകിയുടെ കമ്പ് ഒടിച്ചു കണ്ടു കിളിക്കുന്നു, വേര് വരുന്നുണ്ടല്ലോ. അപ്പോ ഇവിടെയൊക്കെ വേര് കാണും അല്ലേ? അപ്പോ ഇത് റാഡിക്കലിൽ നല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനി റൂട്ട് ഡെവലപ്പ് ഫ്രം എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി അതർ ദാൻ റാഡിക്കൽ. അത് സ്റ്റെമ്മീന്നാകാം, ചിലപ്പോൾ ലീഫീന്നായിരിക്കാം. ഇലമുളയ്ക്കുന്ന ചെടി ഉണ്ടല്ലോ, ഇലമുളയൻ ചെടി, അതുവരെ ഉണ്ട്. അപ്പൊ എവിടുന്ന് ഉണ്ടാക്കിയത്? Any part of the plant body other than radicle is called adventitious root system. So what is adventitious root system? It is a root developed from any part of the plant body other than radicle. എന്തൊക്കെ എക്സാമ്പിൾ നമുക്ക് ഇതാവുന്ന ഗ്രാസ്. ഇതിന്റെ എക്സാമ്പിൾ തന്നെ ഏതാ? നീ എപ്പോഴത്തെ വത്സരം എന്താണ്? റൈസ് ആണ് അല്ലെ? ദെൻ കോക്കനട്ട്, ദെൻ മെയ്സ്, എല്ലാം തന്നെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഫൈബ്രസ് ഫ്രൂട്ട്സ് എക്സാമ്പിൾ ആണ്. കോക്കനട്ട്, മെയ്സ്, റൈസ് എല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? മോണോകോട്ട് അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആരുടെയാണ്? ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മോണോകോട്ട്സ് അല്ലെ? ഇതാരുടെ ക്യാരക്ടറാണ്? ഡൈക്കോട്ട്സ്. അപ്പൊ ഇത് മോണോകോട്ടിനുണ്ട്, ഡൈക്കോട്ടിനുണ്ട്. മോണോകോട്ടിന് അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം ഉണ്ട്, ഡൈക്കോട്ടിനും അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം ഉണ്ട്. അതായത് ഗ്രാസ് ആണ് കണ്ടോ അഡ്വന്റീഷ്യസ് റൂട്ട്സ് ഉണ്ടാകുന്നുണ്ടല്ലേ? അപ്പൊ ഗ്രാസ്, അതുപോലെ മറ്റൊന്നാണ് മോൺസ്റ്ററ. പുസ്തകത്തിൽ കൊടുത്ത എക്സാമ്പിൾ ആണ് മോൺസ്റ്റർ എന്ന ചെടിയുണ്ട്. മോൺസ്റ്റർ മോൺസ്റ്ററയ്ക്കകത്ത് ഇവിടുന്ന് ഉണ്ടാവുന്നത്. അതുപോലെ ബെനിയൻ ട്രീ, ആൽമരം. ബെനിയൻ ട്രീ ആൽമരം വിത്തി തന്നെ കൊണ്ട് വിളിക്കുന്ന അല്ല, അതിന്റെ ബ്രാഞ്ചിൽ നിന്നും വേരുകൾ ഉണ്ടാകും. ബെനിയൻ ട്രീ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആൽമരം നിൽക്കുന്നുണ്ട്. അങ്ങനെ ആൽമരം അതിന്റെ ബ്രാഞ്ചിൽ വെളിയിലൊരു വേര് വിളിച്ചിട്ട് അതിന്റെ വേര് കണ്ടില്ല? ആൽമരത്തിന്റെ ശാഖ എന്നൊക്കെ വേര് വിളിച്ചിരുന്നു. ആ വേരുകളെല്ലാം വേറെ, പക്ഷെ ഇവിടെ നിന്നുണ്ടായതാണ്. നോട്ട് ഫ്രം ദ റാഡിക്കൽ. സോ ഇറ്റ് ഈസ് ആൾസോ എക്സാമ്പിൾ ഓഫ് അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. നമ്മൾ എന്തൊക്കെയാ പഠിച്ചു തന്നേരം? നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് എ റൂട്ട്? റൂട്ട് ഇസ് എ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി ബിലോ ദ സോയിൽ ലെവൽ. വാട്ട് ഈസ് എ കമ്പോണന്റ് ഓഫ് റൂട്ട് സിസ്റ്റം? റൂട്ട് ഹാസ് 3 parts such as primary root അഥവാ മെയിൻ റൂട്ട്, സെക്കൻഡ് റൂട്ട് ആൻഡ് ടെർഷ്യറി റൂട്ട്. വാട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് റൂട്ട്? ആങ്കറിംഗ് ആൻഡ് അബ്സോർപ്ഷൻ. മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു, ജലവിലൂടെ പരിച്ചെടുത്തു കൊടുക്കുന്നു. അടുത്ത ചോദ്യം, വാട്ട് ആർ 3 types of roots? There are 3 types of roots. One, the tap root system.
മറ്റൊന്ന് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, മറ്റൊന്ന് അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. എന്താ ടാപ്പ് റൂട്ട് സിസ്റ്റം? അടുത്ത ചോദ്യമുണ്ട്. ഫ്രം വേർ റൂട്ട് ഡെവലപ്പ്? റൂട്ട് ഡെവലപ്പ് ഫ്രം ദ റാഡിക്കൽ ഓഫ് ദ എംബ്രിയോ. എംബ്രിയോയുടെ റാഡിക്കൽ നിന്നാണ് സാധാരണഗതി റൂട്ട് ഉണ്ടാവുക. അങ്ങനെയുള്ള റൂട്ട് രണ്ടിടത്തുണ്ട്. ഒന്ന് ദ ടാപ്പ് റൂട്ട് ഡെവലപ്പ് ഇൻടു എ പ്രൈമർ റൂട്ട് വിച്ച് ഗ്രോ ബിനീത്ത് ദ സോയിൽ producing lateral branches such as secondary root and tertiary root. That is called tap root system. Example mango, then pea, etc. Then what is fibrous root system? The radical develop into a primary root and primary root grow stops the growth. Later so many fiber-like root develop from its base. Example rice, coconut, maize. Maize on that job. That one is adventitious root system. It's a root system where root develop from any part of the plant body other than radical. Radically നല്ലത് എവിടെ നിന്ന് റൂട്ട് ഉണ്ടായിരുന്നു അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. എക്സാമ്പിൾ ഗ്രാസ്, മോൺസ്റ്ററ, ബനിയൻ ട്രീ. ഇപ്പൊ നിങ്ങളുടെ ഞാൻ ചോദിക്കുകയാണ്, ചെമ്പരത്തിയുടെ തണ്ട് നിന്ന് മുറിച്ച് നട്ടു, വേര് വന്നു, എന്ത് പേരാണത്? എന്ത് പേരാണ്? അഡ്വെന്റീഷ്യസ് റൂട്ട് സിസ്റ്റം ആണല്ലേ. പക്ഷെ അവിടെ ഒരു കാര്യം, ഞാനൊരു ചെമ്പരത്തിയുടെ തണ്ട് മുറിച്ചു, നിങ്ങളൊരു ഉത്തരം പറയാം. നിങ്ങൾ ഒരു ചെമ്പരത്തിയുടെ തണ്ട് മുറിച്ചു, അതിന് വേര് വെച്ചു, നിങ്ങൾ കുഴി നോക്കി എങ്ങനെ ഇരിക്കും? എന്റെ ചോദ്യം, ഇതെന്താണ് റൂട്ടാ? അപ്പൊ നിങ്ങൾ പറയാം ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലേ? ശരിയോ തെറ്റോ? തെറ്റാണ്. എന്താണ്? ഇത് എവിടുന്നാണ് ഉണ്ടായത്? സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടായത് അല്ലേ? റാഡിക്കലിൽ നിന്നാണോ? അല്ല. ഒരു റൂട്ടിന്റെ റൂട്ട് എന്ത് റൂട്ടാന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ് നോക്കിയിട്ടാണോ? അല്ല. വി ഹാവ് ടു ഫൈൻഡ് ദ ഒറിജിൻ നോക്കണം എവിടുന്നാണ്. ഇത് എന്ത് റൂട്ടാണ്? ചെമ്പരത്തി റൂട്ട് അഡ്വെന്റീഷ്യസ് റൂട്ട് തന്നെയാണ്. കാരണം ചെമ്പരത്തിക്ക് എവിടുന്നാണ് തൈ ഉണ്ടാകുന്നത്? സ്റ്റെമ്മിൽ നിന്നാണ്. ഷേപ്പ് നോക്കി എല്ലാ റൂട്ട് പറയണത്, പിന്നെയോ അതിന്റെ ഒറിജിൻ നോക്കണം. മനസ്സിലായി? ഇത് നോക്കി ഫൈബ്രസ് റൂട്ട് അല്ലേ? ഇതുപോലല്ലേ ഇത് ഫൈബ്രസ് റൂട്ടാണ് അല്ലെങ്കിൽ അഡ്വെന്റീഷ്യസ് റൂട്ടാ? ഓക്കെ, അതൊന്നും ഓർത്തണം. എൻട്രൻസ് പോയിന്റ് ആണ്, നമ്മുടെ എക്സാം ചോദിക്കത്തില്ല. സോ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു റൂട്ടിന്റെ റീജിയൻസ് ആണ്. കേട്ടത് 3 regions ഓഫ് എ റൂട്ട്. അപ്പൊ നമ്മളിനി ഒരു റൂട്ട് എടുത്തിട്ട് അതിന്റെ പല വ്യത്യസ്ത റീജിയനെ കുറിച്ച് പഠിക്കും. ഞാനിത് വായിക്കാം. ഇതൊക്കെ ഇവിടെ പറഞ്ഞ കാര്യമില്ല, നിങ്ങളല്ല ഇതൊക്കെ വരച്ചെടുത്തിട്ടുണ്ടാണ്. ഇത് ഞാൻ ബോഡി വരച്ച പഠനമല്ല നിങ്ങൾ വരയ്ക്കേണ്ടത്, പുസ്തകത്തിലുള്ള പഠനം ഇട്ട് കാണിക്കുന്നുണ്ട്, അതൊക്കെയാണ് വരയ്ക്കാം. ഞാനൊരു ചെടി പിഴുതെടുത്തു, അതിന് എക്സ്ട്രീം താല്പര്യപ്പെടുത്തും. നിങ്ങൾക്ക് ചെടിക്ക് ജലവും ലവണവും വരച്ചെടുക്കുന്ന റൂട്ടാണെങ്കിലും റൂട്ട് അല്ല, ശരിക്കും ലവണവും ജലവും വരച്ചെടുത്ത് കൊടുക്കുന്ന റൂട്ടിന്റെ അഗ്രത്തുള്ള ചില നേർത്ത യൂണിസെല്ലാർ ഔട്ട്ഗ്രോത്താണ്. അത് നമ്മൾ റൂട്ട് ഹെയർസ് എന്നാണ് വിളിക്കുക. റൂട്ട് ഹെയർസ് ഞാൻ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 ചെറുപയറെടുത്ത് ഇത്തിരി പഞ്ഞി നനച്ച് അതിനകത്ത് ഇട്ടേക്കുക. അപ്പൊ ചെറുപയർ പതുക്കെ കിളിച്ച് ഇങ്ങനെ റൂട്ടിങ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഒരു ലെൻസ് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പയറിന്റെ വേര് ഇങ്ങനെ കിളിച്ചു വരുമ്പോൾ ഇങ്ങനെ ചേർത്ത രോമങ്ങൾ പോലെ കാണാം. അതാണ് ശരിക്കും പറഞ്ഞാല് റൂട്ട് ഹെയർസ്. ആ ആശാനാണ് ജലവലോണം വരച്ചിട്ട് കൊടുക്കുന്നത്. ഈ ശരിക്കും ഈ വേരുകളെല്ലാം മണ്ണിൽ അതിനെ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യത്തുള്ളൂ. ഇതിന്റെ അറ്റത്തുണ്ട് റൂട്ട് ഹെയർസ്, അത് സഹായിക്കും. പക്ഷെ ഈ ഭാഗങ്ങളെല്ലാം മണ്ണിൽ ഉറപ്പിച്ച് നിർത്താനാണ് സഹായിക്കുന്നത്. ജലവലോണം വരച്ചിട്ട് കൊടുക്കുന്നത് ഈ റൂട്ട് ഹെയർസ് ആണ്. മനസ്സിലായില്ല? റൂട്ട് ഹെയർസ് കാണാനുള്ള വഴിയാൻ പറയുന്നത് പഠനമായിട്ട് കാണിക്കുന്നുണ്ട്. ചുമ്മാ ഒരു ചെറുപയർക്ക് പഞ്ഞിയാതിടുക, അത് ജെർമിനേറ്റ് ചെയ്ത് വരുമ്പോൾ റൂട്ടിന്റെ അറ്റത്തായിട്ട് നേർത്ത പഞ്ഞിയുടെ രോമങ്ങൾ പോലെ കാണാൻ റൂട്ട് ഹെയർസ് കണ്ണുകൊണ്ട് കാണാം. മനസ്സിലായി? മണ്ണിന്റെ അടിയിൽ വീടെടുത്താൽ പോകും, അത് കാണാൻ പറ്റില്ല. പഞ്ഞിക്കകത്തിട്ട് പതിയെ ജെർമിനേറ്റ് ചെയ്തെടുത്താൽ കാണാം. ഇത്ര ഭാഗമാണ് ഇതാണ്. I know you along this much parts. Okay. It will be like this. Yeah. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് റൂട്ട് ഹെയർസ് ചെയ്യുന്നത് കാണാം. റൂട്ട് ഹെയർസ് ഇവിടെ ഒരേ കാലമായി ഇതൊരു റീജിയന്. ഇവിടാണ് എപ്പോഴും ഗ്രോത്ത് ഡിവിഷൻ നടക്കുന്നത്. അപ്പൊ ഇതൊരു റീജിയനായി. ഇതതിന്റെ ഒരു തൊപ്പിയാണ്, പ്രൊട്ടക്റ്റീവ്. ആ ദിസ് ഈസ് ആൾസോ അതാണ്. ഈ പഠനമായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, അതാണ് വരയ്ക്കേണ്ടത്. ഇതല്ല വരയ്ക്കാൻ വേണ്ടി വരച്ചത്. ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ പോകും. So this is root hair. ഇത് 4 regions ആണ്. നോക്കാം നമുക്ക്. ഈ region is called
region of maturation എന്നാണ് പറയുന്നത്. This is called region of maturation. This is called region of elongation. This is called region of meristematic activity. ഇവിടെയാണ് വളർച്ച കണ്ടോ. This is the region of meristematic activity. And this is the root cap region. So what are 4 regions of a root cap region? നമുക്ക് ഒരു ക്യാപ്പ് പോലെയുള്ള റൂട്ട് കാണും. നിങ്ങൾക്കറിയാം റൂട്ട് ഇങ്ങനെ മണ്ണിൽ കൂടെ അങ്ങനെ വളർന്നു പോകുന്നത്. അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റൂട്ട് ക്യാപ്പ്. നിങ്ങളിപ്പോൾ അടുക്കളയിൽ അമ്മ കറിക്കറിയുമ്പോൾ വിരൽ മുറിയായിരിക്കും വേണ്ടി ക്യാപ്പ് ഇടത്തില്ല. അപ്പൊ അതുകൊണ്ട് വിരൽ മുറിയാതെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലെ ഈ റൂട്ട് ഇങ്ങനെ മണ്ണിൽ വളർന്നു പോകുമ്പോൾ അതിന് നഷ്ടമൊന്നും മുറിവൊന്നും വരായിരിക്കും ഒരു തൊപ്പിയാണ്. അപ്പൊ നമ്മുടെ ടെൻഡർ പാർട്ടല്ലേ റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പിൽ വേറെ കാലിട്ര പഠിച്ചോണേ. റൂട്ട് ക്യാപ്പ് ഈസ് ആൾസോ കാൾഡ് ആസ് കാലിട്ര. അപ്പൊ റീജിയൻ ഓഫ് റൂട്ട് ക്യാപ്പ് റീജിയൻ, റൂട്ട് ക്യാപ്പ് അല്ലെങ്കിൽ റൂട്ട് ക്യാപ്പ് റീജിയൻ. തൊട്ട് മുകളിലുള്ളത് വിളിക്കുകയാണ് പ്രോക്സിമൽ. ആ വാക്കോർക്കണം, പ്രോക്സിമൽ. What's the region proximal to the root cap? That's called meristematic activity. What is the region of elongation? That's a region just proximal to the region of meristematic activity. What's the region of maturation? That is proximal to region of elongation. Okay. ഇത് എവിടെയായിരിക്കും എപ്പോഴും സെൽ ഡിവിഷൻ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്? That is the region of meristematic activity. ഫംഗ്ഷൻ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ the cells in the region of meristematic activity always under division. മെരിസം എന്ന് വെച്ചാൽ എപ്പോഴും ഡിവൈഡ് ചെയ്ത ടിഷ്യൂവിനെയാണ് മെരിസം എന്ന് വിളിക്കുന്നത്. എപ്പോഴും ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ടാണ് റൂട്ടിനെ വലുതായിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെയുള്ള സെല്ലുകൾക്ക് ഇലോങ്ങേഷൻ ആയിരിക്കും. ഇതിൽ നിന്ന് ഉണ്ടായ സെല്ലുകളാണ്. നോക്കണം, ഇതിൽ നിന്ന് പുതിയ സെല്ലുകൾ ഉണ്ടായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റൂട്ട് ഇങ്ങോട്ട് വളർന്നത്. ഈ റൂട്ട് ഇങ്ങനെ ഇരുന്നതിന് ശേഷം വളർന്നു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ region of meristematic activity, the cells are always under division. Then just above which, that's called proximal to this region, is the region of elongation. നീളം വയ്ക്കുന്ന region. This is region of maturation. അവിടെ വരുമ്പോഴത്തേക്കും സെല്ലെല്ലാം മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞു, സെൽ വാളൊക്കെ ഉണ്ടായി, ഡിവിഷൻ എല്ലാം അവസാനിച്ചു. ആ റീജിയനിലാണ് എന്തുള്ളത്? റൂട്ട് ഹെയർസ് ഉള്ളത്. പരിശോധിക്കും വിച്ച് റീജിയൻ റൂട്ട് ഹെയർസ് ആർ പ്രസന്റ്. ഏതാണ്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇൻ വിച്ച് റീജിയൻ സെൽ ഈസ് ആൾവേസ് അണ്ടർ ഡിവിഷൻ. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഇൻ വിച്ച് റീജിയൻ സെൽ അണ്ടർഗോസ് മാക്സിമം ഇലോങ്ങേഷൻ. ഏതാണ്? Region of elongation. In which region cell hard stops its division and the cell wall become thick. ഏതാണ്? Region of maturation. Which region is protecting the root tip? That's called the region of root cap അല്ലെങ്കിൽ root cap region. Okay. What is the other name of root cap? That's called the calyptra. നിങ്ങൾക്ക് ചോദിച്ചൂടെ? ഇതൊക്കെ ചോദിച്ച് എഴുതിക്കൂടെ? ഈ ലെയർ ചെയ്ത പരീക്ഷയ്ക്ക് ചോദിച്ചൂടെ? പഠനത്തിന് ശേഷം ഫില്ലിയ പറയത്തില്ലേ? ഇല്ലേ? പ്രോക്സിമൽ എന്ന വാക്ക് ഉപയോഗിക്കണം. The region proximal to the region of elongation is called the region of maturation. Okay, ഇത്ര മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, പരീക്ഷ ചോദിക്കുന്നത്, when a scientist examined the root tip under microscope, the cell seemed to be maximum elongating with a thin cell wall. ഏതായിരിക്കും? region of elongation. When a cell from the region of the root examined under the microscope by a scientist, he seen that the cell is highly dividing with a thin cell wall. ഏതായിരിക്കും? region of മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഓക്കെ, ഇങ്ങനെയൊക്കെ പഠിച്ചോണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി റൂട്ട് ക്യാപ്പ് റീജിയനകത്ത് സെൽ ഡിവിഷൻ ഒന്നും വിധേയമാകത്തില്ല. ഇതും നോൺ ഡിവൈഡിംഗ് ടിഷ്യൂസ് ആണ്. ആരാ? റൂട്ട് ക്യാപ്പ് റീജിയൻ. അതൊന്നും ഇപ്പോൾ പഠിക്കണമെന്നില്ല. അപ്പൊ നമുക്കിനി ഈ നോർമൽ ആയിട്ടുള്ള റൂട്ടിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഒരു സാധാരണ റൂട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു വയ്ക്കുന്നു, ജലലോണം വെച്ചു. അത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം മറ്റെന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് modifications of root. If any function done by any plant part other than normal function is called modifications. Okay. എന്താണ് ഈ മോഡിഫിക്കേഷൻ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. മോഡിഫൈ ചെയ്യാനോ അല്ലേ? നമ്മളിപ്പോ വികലാംഗനായ ഒരാൾക്ക് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കാതെ അത് എങ്ങനെയായിരിക്കും ഓടിക്കുന്നത്? വികലാംഗനായ ഒരു സ്കൂട്ടർ ഓടിച്ചു കൊടുക്കുക. അയാള് ഈ വശത്ത് ഒരു ടയർ ഫിറ്റ് ചെയ്യും, ആ വശത്ത് ഒരു ടയർ ഫിറ്റ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ ഒരു നമ്മളെ സ്കൂട്ടർ മോഡിഫൈ ചെയ്യും അല്ലേ? സ്കൂട്ടർ മോഡിഫൈ ചെയ്തെടുത്ത് കൊള്ളാം. എന്ത് ചെയ്തു?
2 ടയർ വെച്ചു. അപ്പൊ വീഴത്തില്ല, വീഴാതെ ഓടിക്കാൻ. മനസ്സിലായില്ലേ? മോഡിഫിക്കേഷൻ അഡീഷണൽ ഫംഗ്ഷൻ അല്ലെ. ചിലപ്പോ ചിലാണ് ജീപ്പിലെ പുറത്ത് ജീപ്പിന് ഇപ്പം വേറെ മോഡിഫിക്കേഷൻ മീൻ വിൽക്കുന്ന ആൾക്കാർ ബൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, മീൻ കയറി ബൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പെട്ടി പോലെ വെച്ച് കിട്ടി വലിയ തന്നെ ഒരു കൂട് പോലെ. അപ്പൊ അതിനകത്തോട്ട് എന്ത് ചെയ്യാം, ഭക്ഷണം അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന കൊട്ടയൊക്കെ ഇറക്കി കഴിക്കാം. മോഡിഫിക്കേഷൻ അല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ജീപ്പിന്റെ ഒക്കെ പുറകിലായിട്ട് ഇങ്ങനെ വണ്ടികളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ്, സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള റെസിപ്പി അത് മോഡിഫിക്കേഷൻ. അപ്പൊ നമുക്ക് എന്താണ് മാറ്റിക്കെടുത്താൽ മോഡിഫിക്കേഷൻ. നിങ്ങൾ യൂട്യൂബിൽ താപ്പി കഴിഞ്ഞാൽ ബൈക്ക് എടുത്തുകൊണ്ട് വെച്ച ശേഷം അതിന്റെ ടയർ ഇളക്കിയ ശേഷം അതിന്റെ ചെയിൻ കൊണ്ടുവന്ന് ഒരു മോട്ടറിൽ പമ്പ് ചെയ്ത് വെള്ളം പമ്പ് ചെയ്ത് അടിക്കാം. സാധനങ്ങൾ മേലോട്ട് താഴ്ത്തി കൊണ്ടുവന്ന് ക്രെയിനായിട്ട് ബൈക്കുകൾ ഉപയോഗിക്കുന്ന അടിക്കാം. ബൈക്ക് തന്നെ സാധനം കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ബൈക്കുകളുണ്ട്. ബൈക്കിന് താഴെ ഒരു ചെറിയ ബൈക്കിന് കുറെ വേറെ സംഭവിച്ച് 5-6 പേരെ കൊണ്ടുവന്ന വണ്ടികളൊക്കെ ആന്ധ്രയിലൊക്കെ ഇരുന്ന കാണാം. എല്ലാം മോഡിഫിക്കേഷൻ. ഓക്കെ, ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ കഥ. എനിക്ക് വലിയൊരു മോഡിഫിക്കേഷൻ എന്റെ ഒരു സുഹൃത്ത് ചെയ്തതെന്ന്. അതായത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നേ. പുള്ളിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു. പുള്ളി എന്താ പറയുമ്പോ ഈ സൈക്കിൾ ചവിട്ടുന്ന ഒരു ചെയിൻ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ ഫിറ്റ് ചെയ്ത് കല്ലൊക്കെ വെച്ച് മിക്സിയുടെ ജാർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഒരു ചെയിൻ വെച്ച് കണക്ട് ചെയ്തു. പറയുന്നതാണ് ചെയ്ത മോഡിഫിക്കേഷൻ. He മോഡിഫൈഡ് ദ ബൈസിക്കിൾ ഇൻറ്റു മോട്ടറൈസ്ഡ് മുളകെല്ലാം അടച്ചു സൈക്കിളോട്ട് പോകുമ്പോൾ ഇത് കറങ്ങുന്നപ്പോൾ തന്നെ ഇതിനാണ് പുറത്തോട്ട് മുളക് പൊടിച്ചിരിക്കും അടിയില്ല. അതാണ് ഇത് മോഡിഫിക്കേഷൻ അല്ല. ഞാൻ പറഞ്ഞത് വാട്ട് ഈസ് മോഡിഫിക്കേഷൻ. വാട്ട് ഈസ് മോഡിഫിക്കേഷൻ? Any function done by a plant part other than normal function is called modification. Any function by a plant part other than normal function is called modification. നമ്മൾ ആ റൂട്ടിന് മോഡിഫിക്കേഷൻ പഠിക്കാൻ പോകും. So modifications of roots. നമ്മൾ ആദ്യം 3 റൂട്ട് പഠിച്ചു കഴിയുമ്പോൾ ആദ്യം ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ ഉണ്ടോ? ഉണ്ട്, കുഴപ്പമില്ല. ഫൈബ്രസ് റൂട്ടിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടോ നോക്കിയപ്പോൾ ഇല്ല. ഫൈബ്രസ് റൂട്ടിൽ വേറെ ഒരു പണിയില്ല. അയാൾ ഈ 2 ഫംഗ്ഷൻ അല്ലാതെ ഒരു പണി ചെയ്ത് ഏതൊക്കെയാണ്? ആങ്കറിങ്, അബ്സോർഷൻ അല്ലാതെ ഒരു ജോലി അദ്ദേഹം ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പഠിക്കണ്ട? ഫൈബ്രസ് റൂട്ട് മോഡിഫിക്കേഷൻ പഠിക്കാം. ഇനി അഡ്വന്റേഷ്യസ് റൂട്ടിലുള്ള മോഡിഫിക്കേഷൻ ഉണ്ടോ നോക്കാം. ഉണ്ട്, നോക്കിയപ്പോൾ ഉണ്ട്. അഡ്വന്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ടാപ്പ് റൂട്ടിന് മോഡിഫിക്കേഷൻ ഉണ്ട്, ഫൈബർ റൂട്ട് മോഡിഫിക്കേഷൻ ഇല്ല. അഡ്വന്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവർ സാധാരണ ഫംഗ്ഷൻ കൂടാതെ അഡീഷണൽ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നാണ്. മനസ്സിലായി? ആദ്യം നമുക്ക് ഇതൊക്കെ ഓർത്തോളം നിങ്ങൾ ഫൈബർ റൂട്ടിനൊക്കെ മോഡിഫിക്കേഷൻ പരീക്ഷ എഴുതി വെക്കാറുണ്ട്. അതുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. ആദ്യം ടാപ്പ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ എന്താണ്? നിങ്ങൾ ഒരു കാരത്തിന്റെ വിത്ത് നട്ടു. കാരത്തിന്റെ വിത്ത് നട്ടു കഴിഞ്ഞാൽ ആദ്യം കാട്ടിൽ നിന്ന് വിളിച്ചു വരും. മുകളിൽ 2 ലെയർ വരും. കുറെ കഴിയുമ്പോഴേക്കും ടാപ്പ് റൂട്ട് പോലെ ടാപ്പ് റൂട്ടാണ്. കാറ്റിന്റെ റൂട്ട് ടാപ്പ് റൂട്ടാണ്. ഓക്കെ, കുറെ കഴിയുമ്പോഴത്തേക്കും ഈ ടാപ്പ് റൂട്ടിന്റെ പ്രൈമറി റൂട്ട് നന്നായിട്ട് ഇങ്ങനെ കനം വെച്ച് ഫുഡ് അങ്ങ് സ്റ്റോർ ചെയ്യും. ഫുഡ് സ്റ്റോർ ചെയ്യും. So this is the tap root modification. ശരിയല്ലേ? So example ആണ് carrot. In carrot tap root is conducting storage. ഇവിടുത്തെ മോഡിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ tap rootന്. Only food storage. Food storage മാത്രമേ ഉള്ളൂ. വേറൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് വേറെന്താ ഫംഗ്ഷൻ? വേറെ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കും, റെസ്പിറേഷൻ നടത്തും, ഫോട്ടോസിന്തസിസ് നടത്തും. ഇതൊക്കെ റൂട്ട് ചെയ്യാറുണ്ട്. അതെല്ലാം മോഡിഫിക്കേഷൻ ആണ്. പക്ഷേ ഈ ടാപ്പ് റൂട്ടിന് ഒരേ ഒരു ഫംഗ്ഷൻ മാത്രമേ അത് കാണിക്കൂ. എന്താണ്? ഫുഡ് സ്റ്റോറേജ്. എക്സാമ്പിൾ ആണ് കാരറ്റ്. മറ്റൊന്ന് ബീട്രൂട്ട്. ബീട്രൂട്ട് ഇതുപോലെയാണ്. മറ്റൊന്ന് റാഡിഷ്. അപ്പൊ കാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ് അഥവാ ടർണിപ്പ്. ടർണിപ്പ് എന്ന് വിളിക്കും. 3 പഠിക്കാം. പണ്ട് 4 ഉണ്ട്. 4 മണി ചെടിയും പറയുമായിരുന്നു. ഇത് 4 മണി ചെടി എന്ന് പറയാറ്. അപ്പോൾ 3 examples of tap root modifications are carrot, beetroot and radish or turnip. Where tap root is storing. പരീക്ഷയിൽ ചോദിച്ചെന്താണെന്ന് അറിയാമോ?
പരീക്ഷ ചോദിച്ചത് സം പ്ലാന്റ് ഇൻ അഡീഷൻ ടു ആങ്കറിംഗ് ആൻഡ് അബ്സോർപ്ഷൻ ഇൻ സം പ്ലാന്റ് ലൈക്ക് സം ഡൈക്കോട്ട് പ്ലാന്റ് എന്നാ പറയുന്നത്. സം ഡൈക്കോട്ട് പ്ലാന്റ് ഹാവ് സം അതർ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ കുട്ടികൾക്ക് മനസ്സിലായില്ല ആദ്യ ചോദ്യം. ഇൻ അഡീഷൻ ടു ആങ്കറിംഗ് ആൻഡ് അബ്സോർപ്ഷൻ സം ഡൈക്കോട്ട് പ്ലാന്റ് ഹാവ് സം അതർ ഫംഗ്ഷൻ ഗീവ് ആൻ എക്സാമ്പിൾ. അപ്പം തിരിച്ചാണ് ചോദിച്ചത്. പക്ഷെ പകരം നിങ്ങൾ ചോദിക്കണം വാട്ട് ഇസ് ദ മോഡിഫിക്കേഷൻ കാർബൺ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതുന്നതാണ് ദാറ്റ് ഇസ് ദ മോഡിഫിക്കേഷൻ ഓഫ് കാർബൺ ടാപ്പ് റൂട്ട് സ്റ്റോറിംഗ് ഫുഡ് മെറ്റീരിയൽ. ഇവിടെ തിരിച്ചാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാണ്. അപ്പോ ടാപ്പ് റൂട്ടിനകത്ത് ഒരു മോഡിഫിക്കേഷൻ ഉള്ളത് ഫുഡ് സ്റ്റോറേജ് ആണ്. അതിൽ ടാപ്പ് റൂട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. വേർ ഫുഡ് സ്റ്റോർഡ് ഇൻ കാരറ്റ്, ആൾസോ ഇൻ ബീറ്റ്റൂട്ട് ആൻഡ് ടർമറിക്. ഇതിനെല്ലാം ഓരോരോ പേരുകൾ കൂടിയുണ്ട്. നമുക്ക് പഠിക്കാനില്ല എങ്കിലും ഞാനത് പറഞ്ഞേക്കാം. എന്റെ സ്ഥലം ചോദിച്ചേക്കാം. ഈ കാരറ്റ് ഈ ഷേപ്പാണ് ഇതിനെ വിളിക്കുന്നത് കോണിക്കൽ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ വിളിക്കുന്നത് നാപ്പിഫോം എന്ന്. ബീറ്റ്റൂട്ട് ഇതിനെ ഇറഗുലർ എന്നാണ്. ഇങ്ങനെ കുറെ പേരുകളാണ്. അത് പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് പഠിക്കണം. ഇത് പഠിച്ചോളൂ. In carrot it is conical, this is called napiform, and this is irregular or it is called fusiform. Fusiform ഞാൻ 3 പേര്. അത് ഓക്കെ ആയല്ലോ, സംശയമൊന്നുമില്ലല്ലോ. സോ ഞാൻ അടുത്തത് അഡ്വന്റീഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻസ് ആണ്. എന്തെങ്കിലും മോഡിഫിക്കേഷൻ അഡ്വന്റീഷ്യസ് റൂട്ട് കാണിക്കുന്നു പറഞ്ഞല്ലോ. അഡ്വന്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ നോക്കാം. അവിടെ അയാൾ സ്റ്റോറേജ് മാത്രമല്ല വേറെ കാര്യമായിട്ട് ചെയ്യുന്നു. നോക്കാം ഇവിടെ പുസ്തകത്തിലുള്ള പടങ്ങൾ ഞാൻ ഇന്നുകൊണ്ട് ഇൻസൈറ്റിൽ അതോടെ വരച്ചെടുക്കാം. അഡ്വന്റീഷ്യസ് റൂട്ട് സ്റ്റോറേജ് ഉണ്ട്, റെസ്പിറേഷൻ നടത്തി കൊടുക്കുന്ന റൂട്ടുകളുണ്ട്, മെക്കാനിക്കൽ സപ്പോർട്ട് എടുക്കുന്നതുണ്ട്, ഫോട്ടോസിന്തസിസ് നടത്തുന്ന റൂട്ട് വരെയുണ്ട്. What are the 4 general modifications that is done by adventitious root system? Maybe storage or respiration or mechanical support or photosynthesis. ആദ്യം സ്റ്റോറേജ്. സ്റ്റോറേജ് നടത്തുന്ന അഡ്വന്റീഷ്യസ് റൂട്ട് ആണെന്ന് നോക്കാം. ഒന്ന് അസ്പരാഗസ് എന്ന് ചോദിക്കും. അസ്പരാഗസ് പ്രത്യേകം എന്ന് വെച്ചാൽ അസ്പരാഗസ് നട്ടു കഴിഞ്ഞാൽ അതിന്റെ നോഡിൽ നിന്നെല്ലാം വേര് ശതാവരി എന്നാണ് മാറ്റിയാണ്. നോഡിനൊക്കെ വേര് കളിക്കും. ആ വേര് അസ്പരാഗസ് നട്ടു. ഇതിന്റെ നോഡിനൊക്കെ കളിക്കുന്ന വേരെല്ലാം ചെറുതിലേക്ക് കൂടുതൽ സ്റ്റോറിക്കും. പുസ്തകത്തിൽ വളരാൻ ചെടിച്ചെടിക്കകത്ത് വളർന്ന ചെടി എടുത്തെന്ന് വെച്ചിരിക്കുകയാണ്. അത് വേണമെന്ന് വരച്ച് പഠിക്കാം. അപ്പൊ ഈ അസ്പരാഗസ് adventitious root store food material. So that is an example. മറ്റൊന്നാണ് സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ അറിയാലോ. അങ്ങനെയാണ് സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങുകൾ എന്ത് ചെടി കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ തണ്ടെടുത്ത് ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിടും, അല്ലെങ്കിൽ ഇങ്ങനെ കുഴിച്ചിടും. അപ്പൊ അതിന്റെ ഓരോ നോടിയും താഴേക്ക് വേര് വരും, മുകളിലേക്ക് ഇലയും വരും. എന്നിട്ട് ഓരോ നോഡിൽ നിന്നും ഒരു കിഴങ്ങും ഉണ്ടാകും. അതിന്റെ മധുരക്കിഴങ്ങ് നമ്മൾ കുഴിക്കാൻ തട്ടുമല്ലോ, അതാണ് സാധനം. സോ സ്വീറ്റ് പൊട്ടറ്റോ സെൻട്രൽ എക്സാമ്പിൾ. ഞാൻ വരച്ച എങ്ങനെയാണ്, പക്ഷെ പുസ്തകത്തിൽ പടമാണ് പഠിക്കേണ്ടത്. സോ വൺ ഈസ് അസ്പരാഗസ് ആൻഡ് വൺ ഈസ് സ്വീറ്റ് പൊട്ടറ്റോ. വേറെ എക്സാമ്പിൾ ഉണ്ട്, മരച്ചീനി, ടപ്പിയോക്ക. മരച്ചീനിയുടെ നമ്മൾ സ്റ്റെമ്പല്ലേ കുറിച്ച് കുഴിച്ചിടുന്നത് അല്ലേ? അതിനാദ്യം ഉണ്ടാകുന്ന വേരിനകത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് കുടിച്ചു പറയും അല്ലേ? ഇറ്റ്സ് ആൾസോ an example of adventitious root storing food material. So these are the examples of adventitious root that storing food material. അസ്പരാഗസ്, സ്വീറ്റ് പൊട്ടറ്റോ. നിങ്ങൾക്ക് പുസ്തകത്തിൽ അസ്പരാഗസും സ്വീറ്റ് പൊട്ടറ്റോ ഉള്ളൂ. ഞാൻ ടപ്പിയോ കൂടെ പറഞ്ഞതേ ഉള്ളൂ, പഴയ പുസ്തകത്തിലുണ്ടായിരുന്നു. ഓക്കെ, ഇത് മൂന്നെണ്ണം പഠിച്ചു. അപ്പോ അഡ്വന്റീഷ്യസ് റൂട്ടിന് എന്തൊക്കെ തരത്തിലുള്ള അഡീഷണൽ ഫംഗ്ഷൻസ് ആണ് കാണുക, മോഡിഫിക്കേഷൻസ് ആണ്? ഒന്ന് സ്റ്റോറേജ്, മേ ബി റെസ്പിറേഷൻ, മേ ബി മെക്കാനിക്കൽ സപ്പോർട്ട് ഓഫ് ഫോട്ടോസ്. നമ്മൾ സ്റ്റോറേജ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ രണ്ട് എക്സാമ്പിൾ. ഒന്ന് അസ്പരാഗസ് എന്ന ശതാവരി, റൂട്ട് ഡെവലപ്പ് ഫ്രം ദ ലോവർ മോസ്റ്റ് നോഡ് സ്റ്റോർ ഫുഡ്. അത് പഠിച്ചാലും കുഴപ്പമില്ല, എക്സാം ആയിട്ട് പഠിച്ചാൽ മതി. മറ്റൊന്നാണ് സ്വീറ്റ് പൊട്ടറ്റോ. ദർ ആൾസോ ട്യൂബേഴ്സ് ഡെവലപ്പ് ഫ്രം ദി നോഡ്. അതല്ല ട്യൂബർ, ഒരു പുതിയ വാക്കാണ് ട്യൂബർ. ട്യൂബർ എന്ന് വെച്ചാൽ മലയാളത്തിൽ കിഴങ്ങെന്നാണ്. കിഴങ്ങ്
കിഴങ്ങെന്ന് പറയുന്നത് നിങ്ങൾ വേരിലുണ്ടാകുന്നതാണ് കിഴങ്ങെന്ന് വിളിക്കുന്നത് അല്ലേ? വേര് മാത്രമല്ല, ഉരുളക്കിഴങ്ങ് വേര് നല്ല ഉണ്ടാകുന്നു, പക്ഷെ ഉരുളക്കിഴങ്ങെന്ന് വിളിക്കും. മരച്ചീനി കിഴങ്ങോ അത് വേരിൽ നിന്നുണ്ടാകും അല്ലേ? അപ്പൊ വേരിൽ നിന്നുണ്ടാകാം, സ്റ്റെമ്മിൽ നിന്നുണ്ടാകാം. എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി വേർ ഫുഡ് is stored in the form of starch is called as tuber. അത് റൂട്ട് ട്യൂബർ ആകാം, സ്റ്റെം ട്യൂബർ ആകാം. ഇതെന്ത് ട്യൂബറാണ്? ഇതെല്ലാം തന്നെ റൂട്ട് ട്യൂബർ ആണ് അല്ലേ? Then potato is a stem tuber. So asparagus, sweet potato and tapioca are root tubers. They are developed from the adventitious roots. ഇത്രയും പോയിന്റ് ഓർമ്മയുണ്ടല്ലോ. എന്നുള്ള പറയുന്നു, adventitious root may be having modifications. One of the function is storage. Example of storage modification is asparagus, sweet potato and tapioca, where adventitious root store food. They are called adventitious root tubers. Okay. Next one is respiration. റെസ്പിറേഷൻ റൂട്ട് ചെയ്യുന്നത് ഒരു കാര്യം, റൂട്ട് റെസ്പയർ ചെയ്യുന്നുണ്ടോ? റൂട്ട് റെസ്പിറേഷൻ നടക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ചെടിച്ചട്ടിക്കകത്ത് ചെടി കണ്ടതിന് ശേഷം താഴെ ഒരു ദ്വാരം ഇട്ടിട്ടാണ്. എല്ലാ ചെടിച്ചിട്ടും താഴെ ദ്വാരമുണ്ട്. എന്തിനാണ്? നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ വെള്ളം അതിൽ കെട്ടി നിൽക്കാതെ വാർന്നു പോകാനാണ് അല്ലേ? നിങ്ങളൊരു യാത്ര പോകണം ഒരാഴ്ചത്തേക്ക്, നിങ്ങൾ ഈ ദ്വാരം അടച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്ത് സംഭവിക്കും? തിരിച്ചു വരുമ്പോഴത്തേക്ക് ചെടി 5-6 ദിവസം വെള്ളം ഒഴിക്കാൻ ആളില്ലാത്തതുകൊണ്ട് വെള്ളം നിറച്ച് വെച്ചിട്ട് പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ സംഭവിക്കും, ചെടി അഴുകിപ്പോയതായിട്ട് കാണാം അല്ലേ? എന്തുകൊണ്ടാണ് ചെടി അഴുകിപ്പോയത്? ഈ വേര് വെള്ളത്തിൽ താന്നു കിടന്നുകൊണ്ടാണോ? അത് തന്നെയാണ് കാരണം. വെള്ളത്തിൽ താന്നു കിടന്ന വേരിന് എന്ത് കാര്യം ചെയ്യാൻ ഒക്കുന്നില്ല? അതിന് റെസ്പിറേഷൻ നടത്താൻ കഴിയുന്നില്ല. വേരിനും റെസ്പിറേഷൻ വേണം. വേര് എവിടെ നിന്നാണ് റെസ്പയർ ചെയ്യുന്നത്? ഈ മൺതിരികൾക്കിടയിലുള്ള വായുവിൽ നിന്നാണ് അത് റെസ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ അവിടെ വെള്ളം കെട്ടി നിർത്തിയപ്പോൾ മൺതിരികൾക്കിടയിലുള്ള വായു നഷ്ടപ്പെടുകയും ഈ റൂട്ടുകൾക്ക് ശ്വസിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ആ അവസ്ഥയിലാണ് ഈ ചെടി നശിച്ചു പോയത് അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണ് ഈ ചതുപ്പ് സ്ഥലത്തൊക്കെ ഓരോ മരങ്ങൾ നിൽക്കുന്നില്ല, വെള്ളമാണെങ്കിലും കൂടുതൽ. അത്തരം വേരുകൾക്കുള്ള ഒരു പ്രത്യേകതയാണത് റെസ്പിറേറ്ററി എബിലിറ്റി. അപ്പൊ ചതുപ്പ് സ്ഥലത്ത് നിന്ന് ചെടികളെന്ന് വിളിക്കാം മാംഗ്രൂവ്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾസ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടോ? റൈസോഫോറ, നിങ്ങൾ പഠിച്ചോളാം. എന്നെ ചോദിക്കും. അവിസീനിയ, ഹെറിറ്റേറിയ പുസ്തകത്തിലില്ല. ഇത്തരം മാംഗ്രൂവ് ചെടികളെല്ലാം തന്നെ ചതുപ്പ് നിലകളിലാണ് നിൽക്കുന്നത് അല്ലെ? സ്വാഭാവികമായിട്ട് അവരുടെ വേര് എവിടെയായിരിക്കും? വെള്ളത്തിനടിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ വേര് എന്ത് ചെയ്യാൻ പറ്റില്ല? ശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വേരുകൾ നശിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവരുടെ ചില വേരുകൾ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരും. Some roots will grow above the soil level. They are called negatively geotrophic. Some roots grow above the soil called negatively geotrophic. ഈ വാക്ക് അവിടെ നേരത്തെ നമ്മൾ പഠിച്ചത് നെഗറ്റീവ്ലി ജിയോട്രോപിക്. നമ്മുടെ കോറലോട് റൂട്ട് പഠിച്ചു അല്ലെ? അതുപോലെ മണ്ണിന് മുകളിലേക്ക് ചില റൂട്ടുകൾ വരികയും അതിനകത്ത് ചില ദ്വാരങ്ങൾ കാണും. ആ ദ്വാരത്തിന് പേര് പഠിക്കാൻ തന്നിട്ടില്ലെങ്കിൽ പഠിച്ചത് ഏതാണ്ട് ന്യൂമാറ്റോതോഡ്സ് എന്നാണ്. ന്യൂമാറ്റോതോഡ്സ് ഇലയിലെ സ്റ്റൊമാറ്റോ പോലെ, സ്റ്റെമ്മിൽ നമ്മൾ ലെന്റിസിലിൻ പഠിക്കും. ഇലയിലെ സ്റ്റൊമാറ്റോ ഉള്ളതുപോലെ ഈ റൂട്ടിനകത്ത് കാണുമ്പോൾ ഓപ്പണിംഗ് വിളിക്കാവുന്നതാണ് ന്യൂമാറ്റോതോഡ്സ്. അതിലൂടെ അവ എന്ത് ചെയ്യും? വായുവിനെ വലിച്ചകത്തേക്ക് എടുത്ത് ഈ റൂട്ടിന് കൊടുത്ത് ശ്വസിക്കും. അങ്ങനെ ശ്വസിക്കുന്ന ഇതിന് വേഗം വിളിക്കുന്ന പേരാണ് ന്യൂമാറ്റോഫോഴ്സ്. Pneumatophores. What are pneumatophores? They are respiratory roots of certain mangroves like Rhizophora, Abyssinia, etc., where certain negatively geotrophic root grow above the soil level and they are conduct respiration. Respiration നടത്തി കൊടുക്കുന്ന ഇത്തരം വേരുകളെ വിളിക്കുന്ന പേരാണ് ന്യൂമാറ്റോഫോഴ്സ് അഥവാ റെസ്പിറേറ്ററി റൂട്ട്സ്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ന്യൂമാറ്റോഫോഴ്സ് എന്ന പേര് ഓർമ്മയില്ലെങ്കിൽ റെസ്പിറേറ്ററി റൂട്ട് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. ഇപ്പൊ ഈ പടം കൊടുത്ത് ചോദിക്കണം വാട്ട് ആർ ദി ഐഡന്റിഫൈഡ്സ് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് അറിയാതെ നിങ്ങൾ റെസ്പിറേറ്ററി റൂട്ട് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ റെസ്പിറേറ്ററി റൂട്ട് ഓഫ് അബിസീനിയ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്ത് എഴുതി വെക്കത്തുള്ളൂ? ഇത് തന്നെ എഴുതി വെക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് കാണാൻ പഠിക്കുന്നത് പേരെന്താണ്? ന്യൂമാറ്റോഫോഴ്സ്. വാട്ട് ഇസ് ഓപ്പണിംഗ് ഇൻ ദ റൂട്ട്സ്? ന്യൂമാറ്റോതോഡ്. ന്യൂമാറ്റോതോഡ് എന്ന പുസ്തകത്തിലില്ല, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഈ പടമല്ല, പുസ്തകത്തിൽ കാണിക്കുന്ന പടമാണ് വരയ്ക്കേണ്ടത്. ഇൻസൈറ്റ് ഇട്ട് കാണിക്കുന്നുണ്ട്. ആ പടം തന്നെ ഒന്ന് വരച്ചു പഠിക്കാം. മനസ്സിലായല്ലോ? സോ ഇവിടെ റെസ്പിറേഷൻ നടത്തിക്കുന്ന റൂട്ട് ഉണ്ട്. ഇതിന്റെ എക്സാമ്പിൾ ആണ് സം മോഡിഫിക്കേഷൻ ഡൺ ബൈ
അഡ്വന്റീഷ്യസ് റൂട്ട്. കാരണം ഇത് എന്ത് റൂട്ടാണ്? റൂട്ടിൽ നിന്ന് താഴേക്ക് പോകുന്ന ടാപ്പ് റൂട്ടിൽ നിന്നല്ല വരുന്നത്. ഇനിയും ഇവയുടെ സ്റ്റെമ്മിൽ നിന്നും അതൊക്കെ ഉണ്ടാകുന്ന റൂട്ടുകളാണ് കൂടുതൽ. സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന റൂട്ടുകൾ, അല്ലെങ്കിൽ അതിന്റെ റൂട്ടിൽ നിന്ന് ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ടാപ്പ് റൂട്ടിന്റെ പാർട്ടേ അല്ല, പ്രൈമറിയോ സെക്കൻഡറി റൂട്ടിന്റെ ടെർഷ്യറി റൂട്ടിനോ വരുന്ന ഒരു പാർട്ടാണ്. അതുകൊണ്ട് ഇനി അഡ്വന്റീഷ്യസ് റൂട്ടിന്റെ ഗണത്തിലാണ് വരുന്നത്. തേർഡ് വൺ ഇസ് മെക്കാനിക്കൽ സപ്പോർട്ട്. എന്താണ് മെക്കാനിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു വാഴ കുഴച്ചിരിക്കാന്ന് വെച്ചോളൂ. വാഴയുടെ കുലയ്ക്ക് ഭയങ്കര ഭാരമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനെ ഈ വാഴയ്ക്ക് 2 കമ്പ് കൊട്ടി ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കും അല്ലേ? ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വാഴ മതി. ഇതുപോലെ ചില ചെടികൾക്ക് ചില നാച്ചുറലായിട്ട് ചില സപ്പോർട്ട് കൊടുക്കാൻ ചില വേരുകൾ അതിന്റെ വശങ്ങളിൽ നിന്ന് തിരിച്ചു വരും. അത് തന്നെയാണ് കൊടുക്കുന്നത് മെക്കാനിക്കൽ സപ്പോർട്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആൽമരം. ആൽമരത്തിന്റെ ഒരു ശാഖയുടെ പ്രത്യേകത ഉണ്ട്, അത് വളരെ വിശാലമായി വളരും. ആൽമരത്തിന്റെ ബ്രാഞ്ചസ് ഇങ്ങനെ മുകളിലേക്ക് വളർന്നു പോകുമ്പോൾ ഈ വശത്തേക്ക് വളർന്ന ഈ ലാറ്റർ ബ്രാഞ്ചസ് ഒരുപാട് ഇലകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഇത് താങ്ങാൻ, മെയിൻ ബ്രാഞ്ച് താങ്ങാൻ ഒക്കാതെ വരും. ഈ സമയത്ത് നിന്ന് ചില വേരുകൾ ഇങ്ങനെ താഴേക്ക് വളർന്നു വന്നിട്ട് കണ്ടു ഇത് മണ്ണിൽ വന്ന് തൊട്ടിട്ട് ആർക്ക് സപ്പോർട്ട് കൊടുക്കും? ഇറ്റ് വിൽ പ്രൊവൈഡ് സപ്പോർട്ട് ടു ദി lateral branches. So certain adventitious root layer from the lateral branch grow up to the soil and become sturdy. അത് കട്ടിയുള്ളതായി മാറും, തിക്കായി മാറും. And provide mechanical support to the lateral branch. മെയിൻ സ്റ്റെമ്മിനല്ല, മെയിൻ സ്റ്റെമ്മിന് ആവശ്യമില്ല, ലാറ്ററൽ ബ്രാഞ്ചിനാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. ഇത്തരം വേരുകൾ വിളിക്കുന്ന പേരാണ് prop root or pillar roots. Or pillar roots. Pillar root എന്ന പില്ലർ, വീടൊക്കെ പില്ലർ പണിയായിരിക്കും, അതുപോലെ pillar roots. ഏതാ മരം? It's called a banyan tree. ഫിഗ് എന്ന് വിളിക്കും, ഫിഗ് ആൽമരം. അപ്പൊ ബനിയൻ ട്രീ അഥവാ ഫിഗ്, certain adventitious root develop from the lateral branches, grow to touch the soil and become stout or hard, providing mechanical support to the lateral branch. അതാണ് അതിന്റെ വ്യത്യാസം കേട്ടോ. അപ്പൊ ഈ പടം ഞാൻ വരച്ച പടമല്ല, ഇൻസൈറ്റിൽ കാണുന്ന പുസ്തക പടമാണ് നിങ്ങൾ വരച്ചു പഠിക്കുക. ഇനി വേറൊരു മരമുണ്ട്. ഫോർ എക്സാമ്പിൾ മെയ്സ്, ചോളം. ചോളത്തിന്റെ ഒക്കെ ഈ നോഡിൽ നിന്ന് ഇങ്ങനെ വരെ റൂട്ട്സ് കണ്ടോ. ഇത് ചോളം മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. അപ്പൊ മെയ്സിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി റൂട്ട് ഉണ്ടാകുന്നത് ലാറ്ററൽ ബ്രാഞ്ച് മെയിൻ സ്റ്റെമ്മിലാണ്. സോ സർട്ടൻ അഡ്വന്റീഷ്യസ് റൂട്ട് പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ മെയിൻ സ്റ്റെം ഈസ് കാൾഡ് ദ സ്റ്റിൽറ്റ് റൂട്ട്. ക്രോപ്പ് റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും. ക്രോപ്പ് റൂട്ട് ആർക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത്? മെയിൻ സ്റ്റെമ്മിനാണ്. സ്റ്റിൽറ്റ് റൂട്ട് ക്രോപ്പ് റൂട്ട് ആർക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത്? ലാറ്ററൽ ബ്രാഞ്ചിലാണ്. സ്റ്റിൽറ്റ് റൂട്ട് പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദി മെയിൻ സ്റ്റെം. ഇവിടെ പുസ്തകത്തിൽ പടം തന്നെ കൊടുക്കുന്നത്, അത് തന്നെ വരച്ചു പഠിച്ചോ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രോപ്പ് റൂട്ട് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ബോത്ത് ആർ പ്രൊവൈഡിംഗ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ പ്ലാന്റ്. വേർ ക്രോപ്പ് റൂട്ട് ഓർ പില്ലർ റൂട്ട് പ്രൊവൈഡിംഗ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ലാറ്ററൽ ബ്രാഞ്ചസ് and stilt root to provide mechanical support to the main stem. That's the difference. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെയാണ് അഡ്വന്റീഷ്യസ് റൂട്ടിന്റെ അഡീഷണൽ ഫംഗ്ഷൻസ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ്. അതിലൊന്നാണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് പഠിക്കാനില്ല, ജസ്റ്റ് പറഞ്ഞേക്കാൻ അണ്ടർസ്റ്റാൻഡ് ചോദിച്ചേക്കാം. ട്രാപ്പ ആൻഡ് ജിംനോസ്പോറ എന്ന് പറയുന്ന 2 ചെടികളുണ്ട്. ട്രാപ്പ ആൻഡ് ജിംനോസ്പോറ. ഇത്തരം ചെടികൾക്ക് വെള്ളത്തിലാണ് ഈ ചെടികൾ കാണുന്നത്. ട്രാപ്പ എന്ന ചെടി വെള്ളത്തിൽ കാണപ്പെടുന്നത്. അതിന്റെ ചില വേരുകൾ ഇങ്ങനെ നല്ല പച്ച നിറത്തോടുകൂടി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഈ വേര് സ്റ്റെമ്മിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സ്റ്റെമ്മിന്നുണ്ടായ വേര് ഫോട്ടോസ് പച്ച നിറമാകുന്നത് ചെയ്തു ഫോട്ടോസ് നടത്തുന്നു. These roots are called photosynthetic roots. Example trappa and ജിംനോസ്പോറ. അത് എൻട്രൻസ് ആണ് ചോദിക്കുന്നത്, ബോർഡ് ആണ് ചോദിക്കത്തില്ല. ഇത്രയാണ് നമുക്ക് പുസ്തകത്തിൽ പഠിക്കാൻ തന്നിട്ടുള്ള റൂട്ടിന്റെ മോഡിഫിക്കേഷൻസ്. അപ്പൊ നമ്മൾ എന്തെല്ലാം പഠിച്ചു? റൂട്ട് പഠിച്ചു, റൂട്ടിന്റെ ഫംഗ്ഷൻ പഠിച്ചു, റൂട്ടിന്റെ അതർ ഫംഗ്ഷൻസ് പഠിച്ചു, റൂട്ട് എന്താണെന്ന് പഠിച്ചു, റൂട്ട് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് പഠിച്ചു. അതുപോലെ റൂട്ടിന് മറ്റെന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടോ, ഇനി അതർ ഫംഗ്ഷൻ അതർ ദാൻ നോർമൽ ഫംഗ്ഷൻ ഉണ്ടോ എന്ന് പഠിച്ചു. അത് മോഡിഫിക്കേഷൻ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ടാപ്പ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ അഡ്വന്റീഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ എന്ന് പഠിച്ചു. ഫൈബ്രസ് റൂട്ടിന് മോഡിഫിക്കേഷൻ അത് പഠിച്ചില്ല. എന്താ കാര്യം? ഫൈബ്രസ് റൂട്ടിന് മോഡിഫിക്കേഷൻസ് ഇല്ല, അല്ലേ?
ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഈസ് സ്റ്റെം. അപ്പൊ റൂട്ടിനെ കുറിച്ച് കവർ ചെയ്തത്. റൂട്ടിനെ കുറിച്ച് എങ്ങും പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് സ്റ്റെമ്മിനെ കുറിച്ച്. വാട്ട് സ്റ്റെം? സ്റ്റെം എന്ന് പറഞ്ഞാൽ എല്ലാവരും തണ്ടെന്ന് പറയുമെങ്കിലും അതാണ് സ്റ്റെം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ആക്സിസ് ഓഫ് ദ ഷൂട്ട് സിസ്റ്റം. ഷൂട്ട് സിസ്റ്റത്തിന്റെ ആക്സിസ് ആണ് ഇത് സ്റ്റെം, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഫംഗ്ഷൻ? അപ്പൊ നിങ്ങൾ പറയുന്നത് സ്റ്റെം എന്ത് ചെയ്യുന്നു? അത് ഇലകളെ ഇങ്ങനെ പിടിക്കുന്നു. ഓ വെരി ഗുഡ്. അതുപോലെ ജലലോണോ ഇലക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഓ വെരി ഗുഡ്. ഫ്ലവർ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ പിടിക്കുന്നു. വെരി ഗുഡ്. അതിനകത്താണ് എന്തുള്ളത്? ലാറ്ററൽ ബഡും എപ്പിക്കൽ ബഡും ഉള്ളത്. സംഭവിച്ചു. അപ്പൊ പിന്നെ ഇതൊക്കെ ചേർത്ത് വരുമ്പോൾ എന്റെ ഫംഗ്ഷനായി. സോ വാട്ട് ദ ഫംഗ്ഷൻസ് ഓഫ് ദ സ്റ്റെം? ഹോൾഡിംഗ് ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട്, ആൾസോ പ്രൊവൈഡിംഗ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദം, ആൾസോ കണ്ടക്ടിങ് വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് പ്രിപ്പയർഡ് ഫുഡ് മെറ്റീരിയൽ ഇൻടു ദം ആൻഡ് ഫ്രം ദം. അല്ലെ? ഇതൊക്കെ ചുരുക്കി പറഞ്ഞാൽ എന്തായി സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻസ്. സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ ചുരുക്കി എന്ത് പറയാം? What is the stem? It is axis of the shoot system. It is holding the leaf, flower and fruit, also conducting water and mineral materials. ഇതൊക്കെ ചെയ്യുന്നതാണ് സ്റ്റെം. ഇത്രേ ഉള്ളൂ. ഒരു സോൾട്ട് അടുത്തേക്കാണ് എന്താണ് എന്തെങ്കിലും പ്രത്യേക ഫംഗ്ഷൻ ഉണ്ടോ? അത് നമ്മൾ ചിന്തിക്കുന്നു. വാട്ട് ആർ ദ മോഡിഫിക്കേഷൻസ് ഓഫ് സ്റ്റെം? സ്റ്റെം 3 തരത്തിലുണ്ട്. അതിന് ശേഷം മോഡിഫിക്കേഷൻ കൊടുത്തിരിക്കും. There are 3 types of stems. ഒന്ന് ഏരിയൽ സ്റ്റെം, മറ്റൊന്ന് സബ് ഏരിയൽ സ്റ്റെം, മൂന്ന് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. മൂന്ന് സ്റ്റെം: ഏരിയൽ സ്റ്റെം, സബ് ഏരിയൽ സ്റ്റെം ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. എന്താണ് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിൽ നമുക്ക് പഠിക്കാം. അതായത് നമ്മളൊരു പാര ഏരിയ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെം മണ്ണ് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ടാവും. ഇതാണെന്ത് ഏരിയൽ സ്റ്റെം. മണ്ണ് മുകളിലേക്ക് കുറച്ച് പൊങ്ങി വരുന്നത്. ചിലപ്പോൾ ഒരു പുല്ലൊക്കെ നടുവാണെങ്കിൽ അല്ലെങ്കിൽ തൊട്ടാവാടി നോക്കുകയാണെങ്കിൽ മണ്ണിൽ പടർന്നു കിടക്കണം. തൊട്ടാവാടി മണ്ണിന് പടർന്നത്. ഇതാണെന്ത് സബ് ഏരിയൽ സ്റ്റെം. സം സ്റ്റെംസ് ആർ സോ സ്ട്രോങ് ആൻഡ് ദേ ഗ്രോ എബോവ് ദ സോയിൽ ലെവൽ. ഏരിയൽ, ടിവിക്കൊക്കെ ഏരിയൽ ഉണ്ട്. അതുപോലെ സബ് ഏരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന് പടർന്നു വരുന്ന ചെടികളാണ് വരുന്നത്. സബ് ഏരിയൽ സ്റ്റെം. ഓക്കെ. എന്നാൽ മണ്ണിനടിയിൽ സ്റ്റെം ഉണ്ട്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം. വാഴ നമ്മുടെ സ്റ്റെം മണ്ണിനടിയിലല്ലേ? ഇതാണ് സ്റ്റെം. ഇഞ്ചി മണ്ണിനടിയിലല്ലേ? ഇഞ്ചി അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ചേന മണ്ണിനടിയിലല്ലേ? അപ്പോൾ ദീസ് ആർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇതൊക്കെയാണ് വാഴ, ചേന, ഇഞ്ചി, അല്ലെ? ജിഞ്ചർ, കൊളക്കേഷ്യ, ബനാന, എക്സെട്ര. സ്റ്റെം ഈസ് ബിലോ ദ സോയിൽ ലെവൽ. ഇസ് കാൾഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. അപ്പൊ നിങ്ങൾ മണ്ണിനടി കാണുന്നത് എങ്ങനെ? സ്റ്റെം അല്ല, റൂട്ടായി ആകത്തില്ല. കാരണം അതിന് റൂട്ട് വന്നാണ് വാഴയൊക്കെ വീണ്ടും വേരുണ്ടല്ലോ, അല്ലേ? സോ ദർ ആർ 3 types of stem: aerial stem, sub-aerial stem and underground stem. What type of stem is ginger? Underground stem. What type of stem is banana? Underground stem. What type of stem is pea plant? Aerial stem. What type of stem is mimosa? Mimosa തൊട്ടാവാടിയാണ്. എന്താണ്? സബ് ഏരിയൽ സ്റ്റെം. മണ്ണിലൂടെ പടർന്ന് വളർന്ന ചെടികൾ. സബ് ഏരിയൽ. മണ്ണ് മുകളിലല്ല, മണ്ണ് താഴെയല്ല, മണ്ണിലൂടെ പടർന്ന് വളരും. ഓക്കെ. യെസ്. ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദ മോഡിഫിക്കേഷൻസ് ഓഫ് സ്റ്റെം. ഒന്ന്, സ്റ്റോറേജ്. നേരത്തെ പഠിച്ചോളെ ഇതിലുണ്ട്. സ്റ്റോറേജ് ഉണ്ട്, മെക്കാനിക്കൽ സപ്പോർട്ട് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, ദെൻ ക്ലൈംബിംഗ് സപ്പോർട്ട് കൊടുക്കുന്നതുണ്ട്, ഫോട്ടോസിന്തറ്റിക് സ്റ്റെം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഫുഡ് സ്റ്റോറിന്റെ സ്റ്റെം ഉണ്ട്, മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന സ്റ്റെം ഉണ്ട്, പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സ്റ്റെം ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് സ്റ്റെം ഉണ്ട്. സ്റ്റെമ്മിലെ ഫോട്ടോസിന്തസിസ് ലീഫാണ് ചെയ്യേണ്ടത്, പക്ഷെ ചെറിയ ചെറിയൊക്കെ അത് കാണത്തില്ല. അപ്പൊ പല ഫംഗ്ഷൻസ് ഉണ്ട്. ആദ്യം നമ്മൾ സ്റ്റോറേജിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ഇഞ്ചി പറഞ്ഞിരുന്നു, അല്ലേ? മണ്ണിടിയിലാണല്ലോ. ഉരുളക്കിഴങ്ങാണ് ഉണ്ടാകുന്നത്, മണ്ണിടിയിലല്ലേ? അല്ലേ? അപ്പോൾ കുറെ എക്സാമ്പിൾസ് പറയണം. ഒന്ന് ജിഞ്ചർ, പൊട്ടറ്റോ, കൊളക്കേഷ്യ. കൊളക്കേഷ്യ ചേമ്പാണ്. സമിൻ കൺസ്, അത് ചേമ്പ് തന്നെയാണ്. ഇത് നമ്മുടെ കാട്ടിലെ ചേമ്പ്, ഇത് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ചേമ്പ്. അതുപോലെ തന്നെ ടെർമറിക്. എന്താണ് ടെർമറിക്? മഞ്ഞൾ, എക്സെട്ര. ഫുഡ് ഈസ്
stored in the stem. അല്ലേ? ഇപ്പൊ നിങ്ങള് പൊട്ടറ്റോ നടുകയാണെങ്കിൽ പൊട്ടറ്റോ നട്ടു പൊട്ടറ്റോ ഈ ലീഫിന്റെ ആക്സിഡന്റ് ബട്ടുണ്ടല്ലോ അത് സാധാരണ വിളിച്ച് മുകളിലേക്ക് വിളിച്ച് താഴേക്ക് പോയതിനു ശേഷം ഒരു സ്റ്റോറി കണ്ടോ ഉരുളക്കിഴങ്ങ് അങ്ങനെ ഉണ്ടാകുന്നത്. So, certain button from the lowermost row grow beneath the soil and store fruits. അപ്പൊ ഇത് സ്റ്റെമ്മിൽ ഉണ്ടായതല്ലേ? ഇപ്പൊ ഓർത്തോണം പൊട്ടറ്റോ സ്റ്റെം ട്യൂബർ ആണ്. അതുപോലെ ഇഞ്ചി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല ഇങ്ങനെ വളരാകുമ്പോഴത്തേക്കും നിങ്ങൾ നട്ട ഇഞ്ചി ഇങ്ങനെ വലുതായ ഫുഡ് സ്റ്റോർ ചെയ്തേ ഫുഡ് ഇഞ്ചിക്കകത്താണ് ഫുഡാണത്. ചേന ഒരു ചെറിയ പീസായിട്ട് മുറിച്ച് കിടന്നു. പക്ഷെ അത് അടിയുമ്പോൾ ശേഷം അത് ബട്ടുണ്ടായി വലിയൊരു ചേന ഉണ്ടാവും. ശരിയായി അതെല്ലാം ഫുഡ് സ്റ്റോർ ചെയ്യല്ലേ? നിങ്ങൾ ചേന കറി വെച്ച് തിന്നാറില്ലേ? ഇഞ്ചി കറി വെച്ചിട്ടാറില്ലേ? ചേമ്പ് കറി വെച്ചിട്ടാറില്ലേ? എല്ലാം തന്നെ ഫുഡുകൾ ഉണ്ടല്ലേ? ഇതെല്ലാം ചെയ്തും ഫുഡ് സ്റ്റോറിംഗ് ഇൻ ദ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം. സോ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ് വിച്ച് സ്റ്റോർ ഫുഡ് ഇൻ ദ സ്റ്റെം? They are the examples of potato, ginger, colocasia, salmon, turmeric, manja. All these plant food is stored in the underground system. Underground system ആണ് സ്റ്റോർ ചെയ്തത്. മനസ്സിലായല്ലോ? ഇതെല്ലാം പടങ്ങളിട്ട് കാണിക്കുന്നുണ്ട്. പടങ്ങളെല്ലാം ഭംഗിയായിട്ട് വായിച്ചു കൊടുക്കുക. So in underground system food storing, example potato, ginger, turmeric, colocasia, salmon. Also there are also organs of perennation. There are also organs of perennation. Perennation is organs of perennation. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എവിടെ നമ്മള് കിങ്ഡം പ്ലോട്ട്സ് പഠിച്ചപ്പോൾ സ്ലൈം ഓർഗാനിസം പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച് ജീവിക്കുന്നതിനാണ് പെരിനേഷൻ എന്ന് പറയുന്നത്. പെരിനേഷൻ ഇസ് എബിലിറ്റി ടു ടൈഡ് ഓവർ അൺഫേവർ കൺട്രി. ടൈഡ് ഓവർ വെച്ച് അതിജീവിക്കുക. ഇപ്പൊ എന്താ ഞാൻ ഈ പറഞ്ഞു നോക്കാം. ഇപ്പൊ ഈ ഉരുളക്കിഴങ്ങ് നിങ്ങൾ കിളച്ചെടുക്കുന്നതെന്ന് വെച്ചോ, ഈ ചെടി അങ്ങ് നശിച്ചു പോയെന്ന് വെച്ചോ, ഭയങ്കര ഉണക്കം വന്നില്ലെന്ന് നശിച്ചു, മണ്ണിൽ ആര് കിടക്കും? ഉരുളക്കിഴങ്ങ് കിടക്കും. അടുത്ത മഴക്കാലത്ത് കിളിച്ചു കുത്തി ചെടിയാവും അല്ലേ? നിങ്ങൾ അതിന് ഇഞ്ചി നട്ടു, ഒരു കഷ്ണം ഇഞ്ചി നട്ടു, അത് വലുതായി, ഇഞ്ചി വലുതായി മണ്ണിനടി ഇരിക്കുക. അടുത്ത ഉണക്ക് വന്നു, ഈ ഇലയൊക്കെ ഉണങ്ങിപ്പോയി, മണ്ണിനടി ഇഞ്ചി കിടക്കുന്നത് അറിഞ്ഞില്ല, അവിടെ കിടക്കുന്നതായിരുന്നു ഉണങ്ങി, നിങ്ങൾ അറിയത്തില്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അടുത്ത മഴക്കാലത്ത് വിളിച്ചു വരും, ശരിയല്ലേ? പക്ഷെ മരച്ചേരി കിടക്കും, മണ്ണിനടി കിടക്കും, അടുത്ത മഴക്കാലത്ത് വിളിച്ചു വരും, എല്ലാം നശിച്ചു. അപ്പോൾ ചേന, ഇഞ്ചിയും മഞ്ഞളെല്ലാം തന്നെ മണ്ണിന്റെ അടിയിൽ കിടന്ന് അടുത്ത തവണ വീണ്ടും കിളിക്കാനുള്ള കഴിവുള്ളതാണ് അല്ലേ? സോ ദേ ആർ ഓർഗൻസ് ഓഫ് പെരിനേഷൻ. രണ്ട് എബിലിറ്റിയാണുള്ളത് അല്ലേ? അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഹാസ് ടു എബിലിറ്റി, ബട്ട് ഇറ്റ് ക്യാൻ സ്റ്റോർ ഫുഡ്. ദർ ആർ ആൾസോ ഓർഗൻസ് ഓഫ് പെരിനേഷൻ. വാട്ട് ഈസ് പെരിനേഷൻ? ദിസ് എബിലിറ്റി ടു ടൈഡ് ഓവർ. ടൈഡ് ഓവർ എന്ന് വെച്ചാൽ അതിജീവിക്കുക. ടൈഡ് ഓവർ അൺഫേവറബിൾ കണ്ടീഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻട്രസ്റ്റിംഗ് ബോർഡാക്സ് എല്ലാം ചോദിക്കും. നമ്മൾ ഇത്രയും പഠിച്ചത് നമുക്ക് കൺഫ്യൂഷൻ പറ്റില്ല. പക്ഷേ കുറെ പഠിച്ചു കഴിയുമ്പോൾ എല്ലാം കൺഫ്യൂഷൻ വരും. അതിതാണോ ഇതേതാണോ, ഉരുളക്കിഴങ്ങ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണോ, അതോ റൂട്ട് ട്യൂബർ ആണോ, അതോ സ്റ്റെം ട്യൂബർ ആണോ, എല്ലാം കൺഫ്യൂഷൻ ആയി. ഇപ്പോഴേ പഠിച്ചു പോവുക. ഇതെല്ലാം തന്നെ underground stem storing food ആണ്. Also they are organs of perennation. മനസ്സിലായല്ലോ?